10% പോളിംഗ് കുറഞ്ഞെങ്കിലും പത്തനംതിട്ടയിൽ UDF ക്യാമ്പ് പ്രതീക്ഷയിലാണ്. കണക്കുകൾ കൂട്ടിക്കിഴിച്ച് LDFും NDAയും പ്രതീക്ഷ പങ്കുവയ്ക്കുന്നു. ഇത്തവണ പോളിംഗ് 64% കടന്നില്ല. 2019-ൽ ഇത് 74.24% ശബരിമല വിഷയവും രാഹുൽ ഗാന്ധി പ്രഭാവവുമാണ് കഴിഞ്ഞ തവണ വമ്പൻ പോളിംഗ് സമ്മാനിച്ചത്. ഇതൊന്നുമില്ലാതിരുന്ന 2014-ൽ 65.76% പേർ വോട്ട് ചെയ്തപ്പോൾ 56,191 വോട്ടിന്റെ ഭൂരിപക്ഷം നേടാനായതാണ് UDF ക്യാമ്പിന്റെ ആത്മവിശ്വാസം കൂട്ടുന്നത്. അതേസമയം ക്രൈസ്തവ നിഷ്പക്ഷ വോട്ടുകളിൽ ഒരു വിഭാഗം BJP സ്ഥാനാർത്ഥിക്ക് പോകുമെന്നും UDF കരുതുന്നു. എന്നാൽ മുസ്ലിം വോട്ടുകളിൽ സിംഹഭാഗവും സമാഹരിക്കാനാവുമെന്നും ആന്റണി ക്യാമ്പ് കരുതുന്നു. സംസ്ഥാന സർക്കാരിനെതിരായ വികാരവും തോമസ് ഐസക്കിനെ ലക്ഷ്യമിട്ടുന്നയിക്കപ്പെട്ട ആരോപണങ്ങളും അതിജീവിക്കാൻ LDFന് കഴിയുമോ എന്നതും LDF ക്യാമ്പിന് ആശങ്കയാകുന്നുണ്ട്. ശബരിമല വിഷയത്തിന്റെ പശ്ചാത്തലത്തിൽ കഴിഞ്ഞ തവണ നഷ്ടമായ വോട്ടുകൾ സമാഹരിക്കുകയും ന്യൂനപക്ഷ വോട്ടുകൾ ഏകീകരിക്കുകയും ചെയ്താൽ മണ്ഡലം പിടിക്കാമെന്നാണ് LDF അനുമാനം. എന്നാൽ പരമ്പരാഗത ഇടതു വോട്ടുകൾ പോൾ ചെയ്യപ്പെടാതിരിക്കുകയും നിഷേധ വോട്ടുകൾ ഉണ്ടാവുകയും ചെയ്താൽ ഐസക് പരുങ്ങും. ക്രൈസ്തവ വോട്ടുകളും യുവാക്കളുടെ വോട്ടുകളും സമാഹരിച്ചാൽ ജയസാധ്യത ഉണ്ടെന്നാണ് NDA വിലയിരുത്തൽ. അതേസമയം പാർട്ടി ശക്തി കേന്ദ്രങ്ങളായ അടൂർ, പന്തളം, ആറന്മുള പ്രദേശങ്ങളിൽ വലിയ മുന്നേറ്റം നടത്താനായിട്ടില്ലെന്നാണ് വിലയിരുത്തൽ. കഴിഞ്ഞ തവണ K. സുരേന്ദ്രനെ പോലൊരു സീനിയർ നേതാവ് മത്സരിച്ചെടുത്ത് അനിൽ K. ആന്റണിയെ പോലൊരാളെ പരീക്ഷിച്ചതിൽ പരമ്പരാഗത BJP വോട്ടർമാരിൽ അതൃപ്തി ഉണ്ടാക്കിയിട്ടുണ്ട്. ജയ് ഹിന്ദ് ന്യൂസ്, പത്തനംതിട്ട.